നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകടോ ഉദാഹരണം പഠിപ്പിച്ചതല്ലയോ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം ഒരു ആടിന്റെ മാംസം ഒരാൾ കൊണ്ടുവന്ന് നൽകുകയാണ്. ഒരാടിൻ്റെതാകുന്ന തുടഭാഗം ഞങ്ങൾക്ക് കിട്ടിയപ്പോ റസൂലുള്ള എന്റെ കയ്യിലേക്ക് നൽകിയിട്ട് പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കണേ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലേ റസൂലേ ഞാൻ കഴിക്കൂല റസൂലേ, തങ്ങൾ ആദ്യം കഴിക്കണം ഹബീബേ. രണ്ടുപേരും ദിവസങ്ങളായി പട്ടിണിയാണ്. രണ്ടുപേരും പട്ടിണിയാണ്. നബി തങ്ങൾ നിർബന്ധിച്ചു, ആയിഷ നീ കഴിക്കണം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ആ മാംസം നിർബന്ധം എടുത്തു വെച്ചുകൊണ്ട് ഒരു ചെറിയ കടി ഞാൻ കടിച്ചുപോയി. അന്നെനിക്ക് മാസമുറയുടെ സമയമാണ്, പീരീഡിന്റെ സമയമാണ്. അത് കഴിച്ചിട്ട് ഞാൻ തിരിച്ചു മുത്ത് നബിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയളഉ ഫാഹു അലാ മൗളിഇ ഫിയാ, ഞാൻ എവിടെയാണ് വാ ചേർത്ത് വെച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ മുത്തുനബി വാ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകരും കടിക്കുന്നത് കണ്ടപ്പോ ഫബകൈതു ബുകാഅൻ ശദീദാ, അതിശക്തമായി ഞാൻ കരഞ്ഞുപോയി. കരയുന്നത് കണ്ട എന്നെ വാരിപ്പുണർന്ന് മുത്തുനബി ചുംബിച്ചിട്ട് ചോദിക്കുകയാണ്, ആയിഷ എന്തിനാണ് നീ കരയുന്നത് ആയിഷ? ആയിഷ നീ എന്തിനാണ് കരയുന്നത്? ഈ മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതത്തിൽ നിനക്ക് വല്ലാത്ത വിഷമം നേരിട്ടോ? പട്ടിണി കടന്നതിന്റെ കാരണത്താലാണോ നീ കരയുന്നത് ആയിഷ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല റസൂലേ, ഹുബ്ബുക ഫിയാ, തങ്ങൾക്ക് എന്നോടുള്ള മഹബ്ബത്ത് കണ്ടിട്ടാണ്, പാവപ്പെട്ട അബൂബക്കറിന്റെ മകളാകുന്ന ആയിഷയോടുള്ള ഇഷ്ടം കണ്ടിട്ടാണ് ഞാൻ കടിച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ വാവച്ച് കടിച്ചല്ലോ, അത് കണ്ടിട്ട് കരഞ്ഞു പോയതാണ് റസൂലേ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ആദരവായ പ്രവാചകനുടനെ പറയുകയാ, ആയിഷ നീ അബൂബക്കറിന്റെ മകൾ എന്നതിലുപരി എന്റെ ഭാര്യയാണ് ആയിഷ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോടുള്ള കടമയാണ് നിർവഹിച്ചത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ അവർക്കിടയിലുള്ള സ്നേഹം നോക്കൂ. ഇന്നത്തെ തലമുറ ഇത് ചെയ്യോ? ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന കാലഘട്ടം മറന്നുപോയി. അങ്ങനെയില്ലല്ലോ. വാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു നേരമെങ്കിലും കഴിക്കലുണ്ടോ? ഇല്ല. മകൻ ആദ്യം വന്ന് കഴിക്കുന്നു, മകൾ വരുന്നു, 5 മണിക്കൂർ അടച്ചിട്ട റൂമിൽ സാധനം വരിച്ചുകൊണ്ട് കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന മകൻ പിന്നെ 6ാമത്തെ മണിക്കൂർ ഇറങ്ങി വന്ന് അവൻ ഇഷ്ടമുള്ള സമയത്ത് കഴിച്ചിട്ട് പോകുന്നു. മകൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ലാപ്ടോപ്പായിട്ട് റൂമിൽ കയറിയിരിക്കാൻ. വാതിന് വരാത്ത എത്ര മക്കളുണ്ട് ഇപ്പൊ തന്നെ? ഈ സദസ്സിൽ തന്നെ +1 +2 ഒക്കെ പഠിക്കുന്ന മക്കൾ തന്നെ എത്ര പേര് വരാത്തുണ്ട്? 1000-ൽ പരം അംഗങ്ങളുള്ള മഹല്ലാണ്. എത്ര പേര് വന്നിട്ടുണ്ട്? നമുക്കൊക്കെ താല്പര്യം മറ്റെന്താണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പാപ്പയും ഉമ്മയും ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കണം, +2 പഠിക്കാൻ, എനിക്ക് ഇന്നത് പഠിക്കാനുണ്ട്, ഇന്ന എക്സാം ഉണ്ട്, ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന മക്കൾ മോശമായ രീതിയിലേക്ക് മൊബൈൽ ഫോണിലൂടെ യാത്ര തുടരുകയാണ്. അനാവശ്യങ്ങൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ, 2 കൈകൾക്ക് വ്യഭിചാരമുണ്ട് സഹബ, ഫസിനാഹുമാ അൽബത്സു,
ഹറാമായ തലത്തിലേക്ക് നിന്നെ കൈ കൊണ്ടുപോയി പിടിക്കലാണ് കൈയുടെ വ്യഭിചാരമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വരിജലാനി തസ്നിയാൻ, രണ്ട് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽ ഖുതാ, ഹറാമായ തലത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. മോശപ്പെട്ട സിനിമ കാണാനുള്ള യാത്രയാണ്, സീരിയൽ കാണാനുള്ള യാത്രയാണ്, അശ്ലീലമാക്കപ്പെട്ട സ്ഥലത്തേക്കുള്ളതാകുന്ന യാത്രയുള്ളയോ, അന്യ പുരുഷനെ കാണാൻ, അന്യ സ്ത്രീയെ കാണാൻ നിന്റെ കാൽ ചുവടുവെപ്പില്ലയോ, അത് മോശമാകുന്ന കാലിന്റെ വിചാരമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇത്രയേറെ ഹറാമുകൾ ഉണ്ടായിട്ടും ആ ഹറാമുകളിൽ നിന്നെല്ലാം സംശുദ്ധത വളർത്തിയതായ മകളാണ് എന്റെ മകളാകുന്ന ഫാത്തിമ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ വാപ്പ പറയാൻ, എന്ത്, എന്റെ മകള് ഒരു ഹറാമും കാണാത്തവളാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറയിൻ. സാരകാരിയല്ല കേട്ടോ. ഒരു ഹദീസ് കേട്ടോ, നരകത്തിൽ കടക്കാത്ത 3 വിഭാഗം ആളുകളെ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇതാ കേട്ടോ, അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثلاث أعين لا ترى أعينهم النار. 3 കണ്ണുകൾ നാളെ നരകം ദർശിക്കുകയില്ല സഹാബ, നരകത്തെ പുൽകുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഈ ദുനിയാവിൽ ഹറാം കാണാത്തതായ കണ്ണ് ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിക്കുണ്ടോ, സിനിമ കാണാത്ത, സീരിയൽ ദർശിക്കാത്ത, മോശപ്പെട്ട ഫിലിമുകൾ കാണാത്തതായ ഏത് ചെറുപ്പക്കാരുണ്ടോ, സഹോദരനുണ്ടോ, തീർച്ചയായും നരകീയ മോചനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകീയ മോചനം നൽകപ്പെടുന്ന വിഭാഗത്തെ റസൂലുള്ളാഹി പറയാൻ, അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആ 3-4 വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം, ഇല്ലെങ്കിൽ അദാബാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. അതിൽ ആദ്യമായി നബി തങ്ങൾ പറഞ്ഞതാണ്, എന്ത്, കണ്ണുകളെ ഹറാമ കാണുന്നതിന് തൊട്ട് ചിമ്മുന്നവൻ. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ, അവിടുന്ന് മുസ്ലിം അംഗമാരോട്, സഹോദരിമാരോടും പുരുഷന്മാരോട് പറയണേ, ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണ് അടയ്ക്കണേ, ചിമ്മണേ. ജനനേന്ദ്രിയത്തെ, ലൈംഗിക അവയവത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുകയും ചെയ്യണേ, ഈ സമൂഹത്തോട് പറയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ണ് സൂക്ഷിക്ക്, ജനനേന്ദ്രിയ അവയവം സൂക്ഷിക്ക്. അല്ലാഹു ഉറപ്പെടുത്താൻ. സൂക്ഷിച്ചാൽ എന്ത് കിട്ടും? തീർച്ചയായും നരകീയ മോചനം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഭാഗം, നരകത്തിൽ കടക്കാത്ത രണ്ടാമത്തെ വിഭാഗം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണ് ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിക്കുണ്ടോ, തീർച്ചയായും നരകീയ മോചനമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഇരിക്കുന്ന സദസ്സിലുള്ള സഹോദര സഹോദരിമാർക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ ഒരുപാട് സദസ്സുകൾ അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട്, അവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഞാൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട് ഉസ്താദേ. പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ട വാപ്പ, പറയാൻ സാധിക്കുമോ ഉമ്മ? ഇല്ല ഇല്ല,
എന്നാൽ എത്രയോ രാത്രികൾ സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും ബ്ലൂ ഫിലിമുകൾ കണ്ടും അശ്ലീലമായ തലത്തിലേക്ക് നോക്കിക്കൊണ്ടും രാത്രിയുടെ യാമങ്ങളെ ഉറക്കമൊഴിച്ചവരല്ലേ. സുബഹി വരെ കാമുകന്മാരുമായി സംസാരം നടത്തിക്കൊണ്ട് നിലകൊണ്ടവളല്ലേ. നിഷിദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാ പിടിച്ചവളല്ലേ. ആദരവായ പ്രവാചകർ പറയുകയാണ്, നരകത്തിന്റെ മോചനം ലഭിക്കണോ? വഅയ്നുൻ സഹറത്ത് ഫീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണ് ഏതൊരു സഹോദരനുണ്ടോ സഹോദരിക്കുണ്ടോ, രാത്രിയിൽ നമസ്കരിച്ചവരുണ്ടോ, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിലകൊണ്ടവരുണ്ടോ, ഖുർആൻ ഖത്മ തീർത്തുകൊണ്ട് നിലകൊണ്ടവരുണ്ടോ, റക്അത്തുകളാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ഇബാദത്തിൽ എടുത്തുകൊണ്ട് രാത്രിയെ ജീവസുറ്റതാക്കിയ ആളുകളുണ്ടോ, വിക്ർ ചൊല്ലിയവരുണ്ടോ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് രാത്രിയെ ഉറക്കമൊഴിച്ചവരുണ്ടോ, നരകീയ മോചനം ഉറപ്പാണ്, ഉറപ്പാണ്. നമുക്ക് 1-2 രാവ് പറയാനുണ്ടാവും. ഒന്ന് റമദാൻ 27 ഉണ്ടാവും. അത് തന്നെ പകുതി ഉറങ്ങിയില്ല, അങ്ങനെ നിൽക്കാൻ. ഒരു രാത്രി പോലും പൂർണ്ണമായി ഉറക്കമൊഴിച്ച അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചിട്ട് ഉറക്കമൊഴിച്ചതുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്താണ് നരകം? അള്ളാഹുവെ പടച്ചവനെ, എങ്കിലല്ലേ നരകത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ട് കാര്യമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫസന. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം കത്തിച്ചു അത്രേ. മലക്കുകളോട് കൽപ്പിക്കുകയാണ്, നരകത്തെ ഉണ്ടാക്കാൻ കൽപ്പിക്കുകയാണ്. 1000 വർഷം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി സഹാബായെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു ദിവസമല്ല, 10 വർഷമല്ല, 1000 വർഷമാണ്, 1000 സംവത്സരമാ. നഊദു ബില്ലാഹ്. 1000 വർഷം കത്തിക്കപ്പെട്ട നരകം അതിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തിട്ടും അള്ളാഹു കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിച്ചു അത്രേ. ഹത്തബിയല്ലത്ത്, ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സഹാബ. 2000 വർഷം കത്തിച്ചിട്ട് നരകത്തിന്റെ നിറം ചുവപ്പ് മാറി വെളുപ്പായിട്ട് പോലും അള്ളാഹു കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അള്ളാഹു കത്തിക്കുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും നരകത്തെ കത്തിച്ചപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. വഹിയ സൗദാ ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുകറുത്തതാണ് സാബ, ഇരുൾ മുറ്റിയതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുവപ്പ് മാറി വെളുപ്പായി, വെളുപ്പ് മാറി കറുപ്പായി, കറുപ്പ് തന്നെ വല്ലാതെ കടുകറുപ്പായി. വഹിയ സൗദാഉൻ മുളിമാ, ഇരുൾ മുറ്റിയതാകുന്ന നരകമാണ് സാബ. ആ നരകത്തെ തൊട്ടുള്ള കാവൽ ലഭിക്കണോ ലഭിക്കണോ, ഈ ദുനിയാവിൽ ഹറാമ് കാണാത്ത കണ്ണാകണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ മോശമാകുന്ന തലത്തിലേക്ക് രാത്രിയെ കൊണ്ടുപോകാതെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ? സുബഹി വരെ ടറഫുകളിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ? പൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങുന്നുണ്ട്, ഇശാഇന്റെ ബാങ്ക് വിളിക്കുന്നുണ്ട്, കളി നിർത്തുന്നില്ല. 1000 രൂപയും 2000 ഒക്കെ കൊടുത്ത് ദിവസങ്ങളോളം കളിതമാശകൾ ഏർപ്പെട്ടുകൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ സഹോദര, ഈ കളിക്ക് വേണ്ടിയല്ല അള്ളാഹു നിന്നെ പഠിച്ചിട്ടുള്ളത്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്
ഖുർആനിനെ കൂട്ടുകാരെ കളിക്കാൻ വിളിക്കുകയാ. ഹയ്യാ ബിനാ നൽഅബ്, അല്ലയോ യഹ്യാ നമുക്കൊന്ന് കളിക്കാം, നമുക്കൊന്ന് കളിക്കാം, അസറിന് ശേഷം ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞ് കളിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാം പറയുകയാ, മാലിൽ ലഅബി ഖുലുഖനാ, മാലിൽ ലഅബി ഖുലുഖനാ. ഈ ദുനിയാവിൽ കളിതമാശകൾക്ക് വേണ്ടിയല്ല അല്ലാഹു നമ്മെ പടച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തവേ, കളിതമാശകൾക്ക് വേണ്ടി മാത്രമായി നമ്മുടെ സമയങ്ങളെ കൊന്നുകളയല്ലേ ചെറുപ്പക്കാരാ. ഇസ്ലാമിൽ കളികളുണ്ട്, റസൂലുള്ള കളിച്ചിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആദരവായ പ്രവാചകൻ മദീനയിൽ വെച്ചുകൊണ്ട് പറയുകയാ, ആയിഷ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തൊന്ന് ഓട്ട മത്സരം നടത്താം. ആദരവായ പ്രവാചകനാകുന്ന ഭർത്താവ് തന്റെ ഭാര്യയാകുന്ന ഉമ്മുൽ മുഅ്മിനീങ്ങളാകുന്ന മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമ്മയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അന്യരാകുന്ന പരപുരുഷന്മാര് ദർശിക്കാതെ വീട്ടുവളപ്പിലുള്ള ഓട്ട മത്സരമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, പ്രവാചകനുമായി ഞങ്ങൾ ഓട്ട മത്സരം നടത്തി. അന്ന് മുത്തുനബി ജയിച്ചു. ഞാനൽപ്പം തടിച്ചവളായിരുന്നു, എനിക്കൽപ്പം തടി കൂടിയിട്ടുള്ള സമയമാണ്. ഞാൻ മുത്തുനബിയോട് പറഞ്ഞു, നബിയേ ഒരു കടം ഞാൻ വെച്ചിട്ടുണ്ട്, അടുത്ത മത്സരത്തിൽ ഞാൻ ജയിക്കും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രവാചകനെ വിളിക്കുകയാണ്, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. റസൂലുള്ളാഹിയും ആയിഷ ബീവിയും ഇതാ ഓടുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അതിൽ വിജയിക്കുകയാണ്. സന്തോഷവതിയായി റസൂലുള്ളാഹിന്റെ മുന്നിൽ പുഞ്ചിരിയോടുകൂടി നിലകൊള്ളുകയാണ്. എത്ര വലിയ സന്തോഷത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മകുട ഉദാഹരണമാണ്. പഠിക്കണേ, ഇസ്ലാമിൽ കളിതമാശകൾ അന്യമല്ല. പക്ഷേ കളിക്ക് വേണ്ടി മാത്രമായി ജീവിക്കരുതേ. രാവിലെ ടറഫ് തുറന്നിട്ട് പാതിരാത്രി സമയമായാലും അത് പൂട്ടാതെ മുൻകാലഘട്ടങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് ഇബാദത്തെടുത്ത സജ്ജനങ്ങൾ രാത്രിയുടെ യാമങ്ങളെ ജീവസ്വത്തതാക്കിയതിന് പകരം ഇന്നത്തെ തലമുറ ഉറക്കമൊഴിച്ചുകൊണ്ട് ടറഫുകളിൽ കളിക്കുകയാണ്. പന്ത് കളിക്കുകയാണ്. പന്തുകളെ കാണാൻ രാത്രിയെ ചെലവാക്കുകയാണ്. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ പറയുമ്പോ ഉറക്കം വരുമെന്ന് പറഞ്ഞുകൊണ്ട് കടക്കുന്ന ചെറുപ്പക്കാരൻ പോലും 4 മണിക്ക് എഴുന്നേറ്റിരുന്നുകൊണ്ട് കളി കാണുകയാണ്. ഒരു പ്രശ്നം അവനില്ല, ശരീരത്തിന് ഉറക്കത്തിന് ക്ഷീണം അവനില്ല. മണിക്കൂറുകളോളം കണ്ടുകൊണ്ട് നിലകൊള്ളുകയാ. നഊദു ബില്ലാഹ്, എത്ര വലിയ വിരോധാഭാസമാണ്. നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാതെ, മഗ്‌രിബും ഇശാവും ജമാഅത്ത് ശ്രദ്ധിക്കാതെ കളിതമാശയിൽ മാത്രമായി നിങ്ങൾ മുഴുകരുതേ. അത് അപകടമാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ ദുനിയാവ് പരിചയപ്പെടുത്തിയിട്ട് ലോകത്തിന്റെ നായകൻ ഖുർആൻ ഓതിയിട്ട് പറയുകയാ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്. നിങ്ങളെ ചതിക്കും കേട്ടോ. ഈ ദുനിയാവിൽ നിങ്ങൾ താരങ്ങളുടെ കട്ടൗട്ടുകൾ അടിക്കടി ഉയർത്തിക്കൊണ്ട് വരുന്നില്ലയോ? എത്രയോ സമ്പാദ്യമാണ് നിങ്ങൾ ഹറാമായി ചെലവഴിക്കുന്നത്. ആഖിറത്തിൽ ഹിസാബിടുമെന്നുള്ള ചിന്തയില്ലേ? ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏത് വസ്തുവിനെ പറ്റിയും ഒരൊറ്റ ചോദ്യം മാത്രമേ ആഖിറത്തിലുള്ളൂ. എന്നാൽ സമ്പത്തിനെ പറ്റി അല്ലാഹു 2 ചോദ്യമാണ്. ലോകത്ത് സമ്പത്തല്ലാതെ മറ്റൊരു വസ്തുവിനെ പറ്റിയും 2 ചോദ്യമില്ല. സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. നിനക്ക് എവിടുന്നാണ് സമ്പത്ത് കിട്ടിയത്, എവിടെയാണടാ നീ ചെലവഴിച്ചത് എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കുമ്പോ എന്ന മറുപടിയാണ് ചെറുപ്പക്കാര
ആരാ നീ പറയുന്നത്? 100-150 അടി ഉയരത്തിൽ റൊണാൾഡോയുടെ കട്ടൗട്ട് ഞാൻ വെച്ചതെന്നാണോ? മെസ്സിയുടെ കട്ടൗട്ട് വെച്ചെന്നാണോ? പോർച്ചുഗലിന്റെ നേതാക്കളെ നെഞ്ചിലേറ്റിയെന്നാണോ? നെയ്മറെ നെഞ്ചേറ്റിയ കഥയാണോ പറയാൻ പോകുന്നത്? എത്രയെത്ര സമ്പത്താണ് ഹറാമായ മേഖലകളിലേക്ക് ഈ മുത്തനബിയുടെ ഉമ്മത്താകുന്ന ഏറ്റവും ഉത്തമ സമുദായം ചെലവഴിച്ചു പോകുന്നത്. നഊദു ബില്ലാഹ്. കളിക്ക് കുമ്മനമുസ്താദ് എതിരല്ല, ദീനിൽ അടയാളപ്പെടുത്തിയത് തന്നെയാണ്. പക്ഷേ കളിതമാശകൾക്ക് വേണ്ടി മാത്രമായി ജീവിക്കരുതേ, ജീവിക്കരുതേ. കളിതമാശകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അത് പറ്റൂല. അസർ കഴിഞ്ഞ 1 മണിക്കൂർ കളിച്ചു, വിഷയമില്ല. അസറസ്കരിച്ചവനാണ്. അതിനുശേഷം 1 മണിക്കൂർ പന്ത് കളിച്ചു. കുട്ടികൾ കളിക്കുന്നില്ല, നമ്മൾ മുത്താലിങ്ങൾ വരെ കളിക്കുമല്ലോ. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കുട്ടികളെ പഠിപ്പിച്ചാക്കിയിട്ട് റൂമിനകത്ത് തന്നെ തളച്ചിടണ്ട. സിസിഫയും കൊടുത്ത്, കുഴിമന്തിയും കൊടുത്ത്, കിഴിപൊറാട്ടയും കൊടുത്ത് റൂമിൽ തന്നെ അടച്ചിടുക, അത് വേണ്ട. അല്പസ്വല്പമൊക്കെ അവൻ്റെ ശരീരത്തിൻ്റെ പിത്തം കുറയാൻ, കൊളസ്ട്രോൾ കുറയാൻ 1 മണിക്കൂറൊക്കെ പന്ത് കളിക്കട്ടെ, വിയർക്കട്ടെ, നല്ലതാണ്. പക്ഷെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ ടർഫ് ഒക്കെ ഓപ്പൺ ആക്കി സുബഹി ബാങ്ക് വരെ കളി, എന്നിട്ട് പിന്നെ പോയി കിടന്ന് ഓർക്കുക, അത് പറ്റൂല. അതിനെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് നോവുന്നുണ്ടെങ്കിൽ നൊന്തോട്ടെ, അതിന് വിഷയമില്ല. ദീനിൻ്റെ വിഷയത്തിലല്ല, ഒരു കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രാത്രി മോനെ ഒരു 10 മിനിറ്റ് വാ ഖുർആൻ ഓതാം, വരുമോ? ഇല്ല. 1 മണിക്കൂർ വാ മോനെ വാത് കേൾക്കാൻ, വരുമോ? ഇല്ല. ഒന്നും വേണ്ട. പന്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാം. 4 മണിക്കും 3 മണിക്കൊക്കെ അലാറം വെച്ച് എഴുന്നേക്കാണ് ഇനി മുതൽ അങ്ങോട്ട്. 1.5 വർഷം, ഇനി 1.5 മാസം. എന്താ പരിപാടി? ഫുട്ബോൾ കളി കാണാൻ. ഓ അല്ലാ, 2 മണിക്ക് ഖുർആൻ ഓതാൻ വേണ്ടി വിളിച്ചിട്ട് ഇന്നുവരെ എഴുന്നേക്കാത്തവൻ. 4:30 മണിക്ക് അലാറം കൊണ്ട് ചെവിട്ടി കൊണ്ടുവന്ന് അടിപ്പിച്ചിട്ട് എഴുന്നേക്കടാന്ന് വന്ന് ചൂരൽ വെച്ച് അടിച്ചിട്ടും എഴുന്നേക്കാത്തവൾ. എന്തിന്? അത്താഴം കഴിക്കാനേ. നോമ്പിൻ്റെ സമയത്ത് എഴുന്നേക്കാത്തവൻ. ഇതിന് നല്ല ഹയാത്ത്. ഉമ്മായോട് പറഞ്ഞു വെച്ചേക്കും, ഉമ്മ എന്നെ വിളിക്കണമെന്ന് 2 മണിക്ക്. ആലോചിച്ചു നോക്ക്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ കളിതമാശകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, സമ്പത്ത് അതിനുവേണ്ടി തന്നെ ചെലവഴിക്കുക. ലക്ഷങ്ങൾ, 1-2 രൂപയൊന്നുമല്ല, ലക്ഷക്കണക്ക് രൂപ, കോടിക്കണക്ക് രൂപ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ 5 പൈസയില്ല. ഒരു 5000 രൂപ ഇതിന് എത്ര വേണമെങ്കിലും കൊടുക്കാൻ. ഇതിന് സ്പോൺസർഷിപ്പായിട്ട് നിൽക്കുന്നവർ 10 കളിക്കാരെ മുന്നിൽ വിളിച്ച് പേര് പറയുമ്പോൾ വലിയ ഗരിമ വെക്കാൻ വേണ്ടി 50,000 രൂപ എൻ്റെ വക എന്നിരിക്കട്ടെ കൊടുക്കുന്ന ഹാജിയാക്കന്മാരില്ലേ, സൂക്ഷിച്ചോ, നാളെ ആഖിറത്തിൽ അദാബാൻ. അള്ളാഹു ആക്കുമാറാവട്ടെ. ദീനിന് ചോദിക്കുമ്പോൾ അള്ളാഹ് എൻ്റെ കയ്യിലില്ല, പള്ളിക്കുമില്ല, മദ്രസയ്ക്കുമില്ല, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനില്ല, ബാക്കി എല്ലാത്തിനും പൈസ ഇഷ്ടം പോലെ ഉണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, നാളെ ആഖിറത്തിൽ പടച്ചറബിന്റെ ദർബാറിലെത്തുമ്പോ 4 ചോദ്യങ്ങൾ ചോദിക്കുമേ. അതിന് വ്യക്തമായി മറുപടി കൊടുക്കാതെ അനങ്ങാൻ പറ്റൂല സ്വഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതിൽപ്പെട്ടതാണ് അൻമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. നീ എവിടെന്നാണടാ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത്, എവിടെയാണടാ ചെലവാക്കിയത് എന്ന് അല്ലാഹു മലക്കുകൾ മുഖേന ചോദിക്കുമ്പോ മറുപടി കൊടുക്കാതെ വെച്ച കാല് അനക്കാൻ പറ്റൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തെറ്റ് ചെയ്തു പോയി മനുഷ്യനാണ്, ഇനെന്ത് ചെയ്യണം? തൗബ ചെയ്തോ. 3-ാമത്തെ വ്യക്തി അവനാണ്, നരകീയ മോചനം കിട്ടുന്നത് അവനാണ്. ആര്? അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് നിലകൊള്ളുന്നവൻ. ചെയ്തു പോയി, തെറ്റ് വന്നുപോയി, ഹറാമായ മേഖലയിൽ പൈസ ചെലവഴിച്ചു പോയി, നിസ്കാരം നിലനിർത്തിയില്ല, നോമ്പുകൾ നോറ്റുവീട്ടിയില്ല, പാപങ്ങളുടെ കണ്ണീരൊപ്പിയില്ല, പള്ളിക്ക് കൊടുത്തില്ല, മദ്രസയ്ക്ക് കൊടുത്തില്ല, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുത്തില്ല, ഹറാമായ മേഖലകളിൽ ചെലവഴിച്ചു പോയി. ഇനി എന്ത് വേണം? ഇനി തൗബ ചെയ്തിട്ട് റബ്ബിലേക്ക് മടങ്ങി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകം ദർശിക്കാത്തതായ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം, ആ നരകം ദർശിക്കാത്തതായ 3-ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? വഅൈനുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ,
അല്ലാഹുവേ തെറ്റ് വന്നുപോയി അല്ലാ, നീ പുറത്തു നൽകണേ അല്ലാ എന്ന് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായും നരകീയ മോചനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തൗബ സ്വീകരിക്കുന്ന വിഭാഗത്തെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. ഇന്നമത് തൗബതു അലല്ലാഹ്, ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. ഈ ദുനിയാവിൽ തെറ്റുകൾ അധികരിച്ചു പോയതായ ആളുകൾ, വിവരമില്ലാതെ അറിവില്ലായ്മ കൊണ്ട് ഈ ദുനിയാവിൽ തെറ്റ് ചെയ്തതായ ആളുകൾ, അവർ പടച്ചറപ്പിലേക്ക് മരണത്തിന് മുമ്പ് തന്നെ തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ചറപ്പേ, എന്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയി അല്ലാഹുവേ, തെറ്റുകൾ വന്നുപോയി റബ്ബേ. തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്ന വിഭാഗമില്ലയോ? ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം. അല്ലാഹുവേ, ഞാൻ മോശമായ സിനിമ കണ്ടുപോയി, സീരിയൽ ദർശിച്ചു പോയി അല്ലാ, എന്റെ കാതുകൾ കൊണ്ട് ഹറാം കേട്ടുപോയി അല്ലാ, എന്റെ കൈകൾ ഹറാമിലേക്ക് പിടിച്ചുപോയി റബ്ബേ, എന്റെ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് ഞാൻ നടന്നുപോയി അല്ലാ, എനിക്ക് തൗബ നീ നൽകണേ നാദാ എന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നവരില്ലയോ? ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം. അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. തെറ്റുകൾ ചെയ്താൽ ഉടനെ പടച്ചറപ്പിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന വിഭാഗം, അല്ലാഹുവേ പടച്ചറപ്പേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എന്നാൽ ചില ആളുകളുണ്ട് തെറ്റുകൾ വ്യാപൃതരായി മുന്നോട്ട് പോവുകയാണ്. അവൻ ഒരുമിച്ച് കൂട്ടിയെന്ന സമ്പാദ്യം ഹറാമാ, കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, കുടിക്കുന്ന കുടിനീര് ഹറാമാണ്, മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഹറാമാണ്. അവൻ ലോട്ടറി അടിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന നൂതനമാകുന്ന വഴികളിലൂടെ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമിക്കുന്നവനാ. ലഹരി കച്ചവടം നടത്തിയിട്ട് അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്നവനാണ്. ബാർ ഹോട്ടലുകളിൽ ഷെയർ ചേർന്നിട്ട് അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്നവനാണ്. ലക്ഷക്കണക്കിന് രൂപകൾ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്നവനാ. അവൻ അല്ലാഹുവിലേക്ക് പൊട്ടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് അവനിതാ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയത്താണ്. വലൈസതി തൗബ ലില്ലദീന യഅമലൂന സയ്യിആത്ത്. ഈ ദുനിയാവിൽ സർവ്വ തെറ്റുകൾ വ്യാപൃതരായി നിലകൊള്ളുന്നതായ മനുഷ്യൻ, കള്ളു കുടിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, സിനിമ കാണുന്നവൻ, സീരിയൽ ദർശിക്കുന്നവൻ, രാത്രിയുടെ യാമങ്ങളിൽ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്ന ചെറുപ്പക്കാരനാ. ഏത് യാത്ര പോയാലും ഇയർബഡുകൾ വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ വരെ ജീവശുദ്ധരാക്കിയതായ വ്യക്തിയാ.
പോയവനാണ്. ഒരു വാഴ് പോലും കേൾക്കുന്നില്ല. കേൾക്കുന്ന വാഴുകൾ മുഴുവനും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാ. ഒരു ഇബാദത്തുകൾ പോലും കണിശതയില്ല. അന്യ സ്ത്രീകളുമായി അന്യ പുരുഷനുമായി ബന്ധം പുലർത്തിക്കൊണ്ട് നിലകൊണ്ട സ്ത്രീ പുരുഷന്മാരാണ് മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവരാ. അവരിതാ തൗബ ചെയ്യുന്നത് ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയത്ത് അവർ റബ്ബിനോട് പറയുകയാണ്, അല്ലാഹ് ഇന്നി തുബ്തുൽ ആൻ, അല്ലാഹുവേ പടച്ച റബ്ബേ ഞാനിതാ തൗബ ചെയ്യുന്നു അല്ലാഹ്. അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോഴുള്ള ആ സമയത്തെ തൗബയില്ലേ, വലൈസത്തി തൗബ, അവന്റെ തൗബ അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. ആ സമയത്തുള്ള തൗബ അല്ലാഹു സ്വീകരിക്കില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ആ സമയത്ത് അവൻ വിളിച്ചു പറയും, റബ്ബേ എന്നെയൊന്ന് മടക്കണേ അല്ലാഹ്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധി വരെ ഒരു 10 ദിവസം വേണ്ട, ഒരു 10 മിനിറ്റ് എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കുമോ അല്ലാഹ്, ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. രാമന്തള്ളിയിൽ എന്റെ മക്കാമിന്റെ പരിസരത്ത് നടന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് ഹിഫ്ളിന് പഠിക്കുന്ന മക്കൾക്ക് ഞാനൊരു സഹായം നൽകിയിട്ട് വരാം അല്ലാഹ്, ഫഅസ്സദ്ദഖ, ഞാനൊരു സദഖ കൊടുക്കാം അല്ലാഹ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നവൻ പിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പടച്ചറബിനോട് പറയുന്ന ഡയലോഗ് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നു, എന്നെ ദുനിയാവിലേക്ക് മടക്ക്, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാമെന്നല്ല പറയുന്നത്, ഞാനൊന്ന് നോമ്പ് നോറ്റിട്ട് വരാമെന്നല്ല പറയുന്നത്. അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഫഅസ്സദഖ, ഞാനൊരു സദഖ കൊടുത്തിട്ട് വരാം അല്ലാഹ്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ വീഴ്ച വരുത്തിയത് സദഖയുടെ വിഷയത്തിലാണ്. അല്ലാഹ് നൽകിയ സമ്പാദ്യമാണെന്ന് മറന്നുകൊണ്ട് ദുനിയാവിൽ അഹന്ത വെച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. അതുകൊണ്ട് എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കും അല്ലാഹ്, ഞാനൊരു സദഖ നൽകിയിട്ട് വരാമെന്ന് പറയുമ്പോ മലക്കുകൾ മുഖേന അല്ലാഹു പറയും, കല്ലാ, വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവന്റെ അടവാണ്, അതവന്റെ സ്ഥിര വർത്തമാനമാണ്, കേവലം ഒരു വാക്ക് മാത്രമാണ്. ദുനിയാവിൽ എത്ര വർഷം കൊടുത്താലും അവൻ നന്നാവുകയില്ല, സദഖ ചെയ്യില്ല. അതുകൊണ്ട് ആത്മാവിനെ പിടിച്ചോ മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മുടെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അതുകൊണ്ട് അവിടെ വെച്ച് ഖേദിക്കാതിരിക്കാൻ അല്ലാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ദീനിനു വേണ്ടി കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.